പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, ഒരു ദിവസത്തിന്റെ മധ്യാഹ്നം പിന്നിട്ട ഈ സമയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് അല്പനേരം അങ്ങയുടെ മുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തന്നല്ലോ. ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വീകരിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഞങ്ങൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തുവാൻ, അങ്ങയുടെ വചനം പഠിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ ഈ നേരം ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യമായ അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ ചേർത്ത് വെച്ച് എല്ലാ വഴികളും ഞങ്ങളെ ബ്ലസ് ചെയ്യണമേ. കർത്താവെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കർത്താവിലേക്ക് ചേരുവാൻ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ ഇടവരണമേ. സകല പൈശാചിക ബാധകളും ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന് വിട്ടുപോകട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണമേ. ഈ സ്റ്റുഡിയോയും ഇതിനോട് ചേർന്നുള്ള എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ കരം ചേർത്ത് വെക്കുന്നതിനായി നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതനെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതനെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീണത്താ, കുഞ്ഞാടിന്റെ വിലയേറിയ നീണത്താ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതനെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതനെ കടന്നുപോയി. പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകുന്ന വചനം എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. എന്താണ് പരിശുദ്ധാത്മാവ് അതിലൂടെ പറയുന്നത്? നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ദൈവത്തിന്റെ വെളിച്ചം വ്യാപരിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ്. ആ ലോകത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവ് ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവമാണ് ഈ കാലയളവ്. ഇപ്പോൾ വെളിച്ചമാകുന്നു, കൃപായുഗമെന്ന് അതിന് പറയുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വെളിച്ചത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അർത്ഥം എന്താണ്? ഞാൻ ഈ കർത്താവിനോട് ചേർന്ന് വെളിച്ചത്തിന്റെ മകനായി, ദൈവരാജ്യത്തിന്റെ മകനായി ജീവിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരു പരിശോധനയുടെ നേരമാണ്. നമ്മൾ തന്നെ പരിശോധിക്കുക. നമ്മൾ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് അവൻ കാണിച്ചു തരുന്ന വഴികളിലൂടെ, പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന മാർഗങ്ങളിലൂടെ ആ തൃത്വത്തിലേക്ക് ചേർക്കപ്പെട്ട് കർത്താവ് ഒരുക്കിയ വെളിച്ച വഴിയിൽ നടക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ വെളിച്ച വഴിയിൽ നടക്കുന്നതിനെയും ഉറപ്പുള്ള ആ ജീവിതത്തെയും കുറിച്ചാണ് പറയുന്നത് ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുന്നു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇന്നലെ രാത്രിയുടെ യാമം പ്രാർത്ഥനയിൽ കർത്താവ് നമുക്ക് തന്ന സന്ദേശം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരികയാണ്. അത് മറ്റൊന്നും ആയിരുന്നില്ലല്ലോ. സങ്കീർത്തനം വായിച്ചു പറഞ്ഞില്ലേ, സ്വയാശ്രയക്കാർ അവരുടെ ഓർമ്മ തന്നെ ഛേദിക്കപ്പെടുന്നു. എന്നാൽ ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ജീവിതം നിത്യത അവകാശമാക്കുന്നു. ഈ ലോകത്ത് ദൈവം നമുക്കായി ഒരുക്കിയ അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് അവന്റെ സാക്ഷ്യത്തെ പ്രഖ്യാപിച്ച് നടക്കാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. നിങ്ങൾ ഈ വെളിച്ചത്തിൽ നടക്കാൻ ആഗ്രഹിക്കുക, ഈ വെളിച്ചത്തോട് ചേരാൻ കൊതിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന 2 സന്ദേശം, 2 ചിന്ത. ഒന്ന്, പരിശോധിക്കുക നിങ്ങൾ ഈ വെളിച്ചത്തിലാണോ എന്ന്. 2, നിങ്ങൾ അതിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. ഈ 2 മനോഭാവത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇരുട്ടിന്റെ പ്രവൃത്തികൾ നിങ്ങളിൽ നിന്ന് ഇല്ലാതെയാകും. ഇരുട്ടിന്റെ പ്രവൃത്തി സാത്താന്റെ പ്രവൃത്തിയാണ്. അതൊരു പക്ഷെ നിങ്ങളുടെ രോഗമാകാം,
സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, പാരമ്പര്യമായ പ്രയാസങ്ങളാകാം, എന്തുമാകട്ടെ, അത്യുന്നതനായ ദൈവം വെളിച്ചമാണ്. അവൻ നിങ്ങളുടെ ഇരുട്ടിനെ പ്രകാശമാക്കി മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിലേക്ക് ചേരാൻ അഭിഷേകം കിട്ടും. നിങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തീരുമാനമെടുക്കൂ. ആഗ്രഹത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കൂ. ദൈവമേ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ജനസമൂഹത്തെ കർത്താവാകുന്ന വെളിച്ചത്തിൽ നടപ്പാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നവർ അഭിഷേകം പ്രാപിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലുള്ള അന്ധകാരവും അശുദ്ധിയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. ഇവർ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇവർ വിശുദ്ധമായി മാറട്ടെ. ഇവർ കൃപയുള്ളവരായി മാറട്ടെ. ഇവർ ജീവിത വിശുദ്ധിയുള്ളവരായി അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ ആരാധിച്ച് മഹത്വീകരിക്കുന്നു. ഇത്രമേൽ ഞങ്ങൾ നടത്തിയ നന്ദി പറയുന്നു. സൗഖ്യമാക്കുന്നതിനും ആക്കിയതിനും നന്ദി പറയും. ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ ജോലി, സമ്പത്ത്, മക്കൾ, തലമുറ, ഭയം എല്ലാം യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ അത് അനുഗ്രഹവും ബലവുമായി മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. 2 ശുശ്രൂഷകൾ ദിവസേന നമുക്കുണ്ട്. 2 മണിയുടെ ചെറിയ പ്രാർത്ഥനാ യോഗവും വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനാ യോഗവും. രണ്ടും ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സകല മക്കളോടും കൂടെ എന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.